ഹലോ മക്കളെ, നമസ്കാരം. മക്കളെ, ഞാനിന്ന് വന്നേക്കണത് ഒരു കഥ പറയാനാണ്. കഥ എന്ന് പറയുമ്പോൾ ഈ മറ്റേ മല്ലനും മാധവന്റെയും കഥയൊന്നല്ല. എൻ്റെ ലൈഫിൽ നടന്ന, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ ലൈഫിൽ നടന്ന ഒരു കഥ, ഒരു ചെറിയ കഥ. സോ എല്ലാവരും പെന്നും പേപ്പറൊക്കെ മാറ്റി വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനുകളോ പ്രോബ്ലം സോൾവോ ഉണ്ടാവും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടാവും. ഈ കഥയിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഒരു കഥ കേട്ടിട്ട് എന്തായാലും 2009 വർഷം 2009 വർഷം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ JEE പ്രിപ്പറേഷന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയം. ഞാൻ 2010 JEE കൊടുത്തത്, എൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ കൊടുത്തത്. നമ്മുടെയൊക്കെ JEE പ്രിപ്പറേഷന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 കോളേജിൽ കയറിയേ മതിയാവൂ എന്നുള്ള വാശിയിലായിരുന്നു നമ്മളെല്ലാവരും. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും. ഞങ്ങളുടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് തന്നെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നമുക്കൊരു ബുദ്ധിരാക്ഷസനുണ്ടായിരുന്നു. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ആളെ നമ്മൾ ലിറ്ററലി ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. അതായത് പുള്ളി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവനെ കണ്ടിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അവൻ്റെ കഥയാണിത്. അപ്പോൾ ഞാൻ അവൻ്റെ പേര് ഇവിടെ പറയുന്നില്ല. പുള്ളി അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. അതായത് നമ്മൾ അത്രയും നേരം കൊണ്ട് പഠിച്ചു വെച്ചതൊക്കെ 2 സെക്കൻഡ് കൊണ്ട് തെറ്റാന്ന് പുള്ളി പ്രൂവ് ചെയ്യും. സുദർശൻ ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഇത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കും, അപ്പൊ നമ്മളീ പഠിച്ചത് വെറുതെ ആയി എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു ബുദ്ധിരാക്ഷസം. അതായത് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ അന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾ എന്തായാലും ഓൾ ഇന്ത്യ ലെവൽ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി. ഈ ഓൾ ഇന്ത്യ ലെവൽ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ പുള്ളിയുടെ റാങ്ക് വരുന്നത് റാങ്ക് 1 അല്ലെങ്കിൽ റാങ്ക് 2 ആണ്. എറണാകുളംകാരനാണ്. അതായത് ഏതാണ്ട് 30,000-40,000 പേര് എഴുതിയ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ റാങ്ക് 1 റാങ്ക് 2 വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളി. അങ്ങനെയുള്ള ലിറ്ററലി ഒരു ബുദ്ധിരാക്ഷസൻ. അതേപോലെ തന്നെ രസകരമാണ് പുള്ളിയുടെ ലൈഫ്. ഈ ബുദ്ധി കൂടി പോയോണ്ടാണോ എന്നറിയില്ല. പുള്ളിയുടെ ചില ചെയ്ത്തുകളൊക്കെ കണ്ടാൽ നമുക്ക് ചിരി വരും. അതായത് ഇപ്പൊ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നേരെ പോയി മീഡിയനിൽ പോയി ഇടിക്കുക. മീഡിയനിൽ പോയി ഇടിച്ച് വീണ് കിടക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്ത് പറ്റിയിടാന്ന് ചോദിക്കുമ്പോൾ പറയാമായിരിക്കും ഞാൻ ഉറങ്ങിപ്പോയത്, അല്ലെങ്കിൽ ഞാൻ ഏതോ മാത്സ് പ്രോബ്ലം ആലോചിച്ച് ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു രസകരമായ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതേപോലെ തന്നെ ബുദ്ധി കാണാനും അതേപോലെ തന്നെ ജിമ്മനാണ്. അങ്ങനെ 2010 JEE എത്തി. 2010 നമ്മൾ JEE എക്സാം എത്തി. നമുക്ക് എല്ലാവർക്കും ഒരേ സെന്റർ ആയിട്ട് കിട്ടി. JEE എക്സാം എഴുതി തിരിച്ചു വന്നപ്പോൾ പോകുമ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുത്തു. ആടാ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ നമ്മൾ ശ്രദ്ധിച്ചു. ഇവന്റെ കണ്ണുകളൊക്കെ ഭയങ്കര വീർത്ത്, അതായത് മുഖമൊക്കെ ആകെ വിളറി. ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞൊരു പനി വന്ന പോലെ. അതായത് ഏതാണ്ട് അകത്ത് പോയിട്ട് പനി മേടിച്ച് തിരിച്ചു വന്ന പോലെയായിരുന്നു അവനെ കാണാനായിട്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് അവൻ പറയാം, എക്സാം എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ പേന എടുത്ത് കൈ പിടിച്ചപ്പോൾ എൻ്റെ കൈ വരയ്ക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റും. എക്സാം റാങ്ക് വന്നപ്പോൾ അവൻ്റെ റാങ്ക് വളരെ പിന്നിലായിരുന്നു. അതായത് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത റാങ്ക് എന്ന് പറയുന്നത്, അവനെ എക്സ്പെക്ട് ചെയ്ത റാങ്ക് എന്ന് പറയുന്നത് വളരെ മുന്നിലാണ്. അതായത് നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതിയാൽ തന്നെ മനസ്സിലാവില്ലേ, അത്രയും ടഫ് ആയിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റിൽ ഇത്രയും റാങ്ക് മേടിക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്തിരുന്നത് 200-ഓ 100-ലോ താഴെയാണ് അവൻ്റെ JEE റാങ്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അതിപ്പോ ഞങ്ങൾ മാത്രമല്ല, ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും എല്ലാവരും. അങ്ങനെ ഉള്ള ഒരാളുടെ റാങ്ക് വളരെ കീഴ്പോയി, വളരെ താഴത്തെ. വളരെ വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോലും അത്രയും വിഷമം തോന്നും. അതായത് ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ട് പോലും, അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരാൾക്ക് ഇത്രയും റാങ്ക് കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ബിറ്റ്സാറ്റ് പരീക്ഷ ചെയ്തു. ബിറ്റ്സാറ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബിറ്റ്സ് പിലാനിയിലേക്ക് കയറാനുള്ള ഒരു എക്സാമാണ്. അത് എഴുതി നമുക്ക് എല്ലാവർക്കും കിട്ടി. എല്ലാവരും ക്ലിയർ ചെയ്തു. 2010 അവസാനമായപ്പോൾ നമ്മളോട് ജോയിൻ ചെയ്തു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നം ഏതാണ്ട് സാക്ഷാത്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജിലെത്തി. പക്ഷെ ഇവന്റെ മനസ്സിൽ അപ്പോഴും കെടാത്തൊരു വിളക്കുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് എനിക്ക് ആ എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല, അത് നമുക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
പക്ഷേ ഒരു 1-2 മാസം, അതായത് ബിച്ച് പിലാനി എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് ഒന്നും ഇല്ലാത്തൊരു കോളേജാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജാണ് എഞ്ചിനീയറിംഗിൽ, പ്രൈവറ്റ് കോളേജാണ്. അറ്റൻഡൻസ് ഇല്ല അവിടെ. അതായത് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് തോന്നിയോസം കാണിക്കാം അങ്ങനെയല്ല അവർ ഉദ്ദേശിച്ചത്. അതായത് ബേസിക്കലി ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതി ആ കോളേജിൽ എത്തുമ്പോൾ ആ കോളേജ് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ആണ്. അതായത് ഇവർക്ക് നമ്മളായിട്ട് പറഞ്ഞ് ഇവരെ ക്ലാസ്സിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവർക്ക് വേണമെങ്കിൽ അവർ പഠിക്കും, അവർക്ക് വേണമെങ്കിൽ അവരുടെ ഫ്യൂച്ചർ അവർ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കോളേജ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അതാണ് അവരുടെ പോളിസി. ഒരു വർഷം കടന്നു പോയതായിരുന്നില്ല. അതായത് നമ്മളവിടെ കാണിക്കാത്തതായിട്ട് ഒന്നുമില്ല. അക്കാഡമിക്സ് ആയാലും നോൺ അക്കാഡമിക്സ് ആയാലും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പ്രോജക്ട്സ് ആയാലും ഡ്രാമാറ്റിക്സ്, തിയേറ്റർ, എല്ലാത്തിലും. അതേപോലെ തന്നെ ഇവനും നമ്മുടെ ഈ ഫ്രണ്ടും എല്ലാത്തിലും ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എക്സാമിന്റെ തലേന്ന് പിലാനിയിലെ ടെമ്പറേച്ചർ, രാജസ്ഥാനിലാണ് കോളേജ്, പിന്നെ പിലാനിയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആകെ 1-2 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ. ഈ 1-2 ഡിഗ്രി സെൽഷ്യസ് ഉള്ളപ്പോൾ ഈ ആശാൻ കാണിച്ച വികൃതി എന്താന്ന് വെച്ചാൽ, ഇവ നേരെ അവിടെ ഉള്ളൊരു ചെറിയൊരു കനാൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്, വെള്ളമുള്ള സ്ഥലം, ഇതിലേക്ക് എടുത്ത് ചാടി നേരെ നീന്തി ക്രോസ് ചെയ്ത് തിരിച്ചു. ഓക്കെ, എക്സാമിന്റെ തലേന്നാണ്. ഓക്കെ, അങ്ങനത്തെയുള്ള വികൃതികളൊക്കെ കാണിച്ചിട്ടുള്ള ആശാനാണ്. എന്നാൽ അതേപോലെ പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പ്രോജക്ട്സ് ഇല്ല, കോമ്പറ്റീഷൻസ് ഇല്ല, എല്ലാത്തിലും ജയിച്ചിട്ട് തിരിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ബിച്ച് പിലാനി. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് എനിക്ക് ആ ബ്രാഞ്ച്. അങ്ങനെ 2011 എൻഡ് എത്തിയപ്പോൾ, 2011 എൻഡിങ് അല്ല, മിഡ് എത്തിയപ്പോൾ, 2011 മിഡ് എത്തിയപ്പോൾ, അതായത് ബേസിക്കലി ബിറ്റ്സിൽ നമ്മൾ ആ കോളേജിൽ ഒരു വർഷം കഴിയാറായി. ഞങ്ങൾ വെറുതെ ഇവനോട് പോയി ചോദിച്ചു, എടാ എനിക്ക് 2010 JEE എഴുതിയപ്പോൾ കിട്ടി, നമുക്കൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ, എനിക്ക് വെറുതെ റിപ്പീറ്റ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ഭ്രാന്തമല്ലോ, റിപ്പീറ്റ് ചെയ്യേണ്ട എന്താ ആവശ്യം? ഞാനിപ്പോൾ ഏറ്റവും നല്ലൊരു കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്, ഏറ്റവും നല്ല നിങ്ങളെ പോലത്തെ നല്ലൊരു ഫ്രണ്ട്സൊക്കെ കിട്ടി, ഞാൻ നല്ലൊരു മൂഡിലിരിക്കുകയാണ്, വെറുതെ എന്തിനാ പോയിട്ട് റിപ്പീറ്റ് ചെയ്യണം? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, റിപ്പീറ്റ് ചെയ്യുക, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി അല്ലേ, ആ രീതിയിൽ. പുള്ളി ആലോചിച്ചപ്പോൾ എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഞാൻ ഓൾറെഡി ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട്, നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. പക്ഷെ ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടോ പുള്ളി. അതായത് പ്രിപ്പറേഷൻ, JEE പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. ഈ ബിറ്റ്സിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈ ബിറ്റ്സിലെ എക്സാംസ് തന്നെ കുറേ ഉണ്ട്, അതിന്റെ പുറകെ തന്നെയായിരുന്നു. പിന്നെ ഈ പ്രോജക്ട്സും കാര്യങ്ങളും ഇതിന്റെ ഒക്കെ പുറകിലായിരുന്നു. ഇതുവരെ JEE പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല. എന്തോ 2 മാസം JEE എക്സാമിനേഷന്റെ 2 മാസം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ തോട്ട് പുള്ളിക്ക് കൊടുക്കുന്നത്. പുള്ളി ആലോചിച്ചപ്പോൾ ശരി 2 മാസം ഒന്ന് പഠിച്ച്, ഈ ബുദ്ധിയുള്ളവർ അങ്ങനെയാണല്ലോ, പുള്ളി ബുദ്ധി വളരെ കൂടിയവരായതുകൊണ്ട് പുള്ളി ചോദിച്ചാൽ ശരി കൊടുക്കാം ഒരു ചാലഞ്ച്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ സർപ്രൈസ് ആയിപ്പോയി. വലിയ ഓക്കെ ഫൈൻ, ഇത്രയും പെട്ടെന്ന് സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചില്ല. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഞങ്ങളോടൊന്നും പറയാതെ തന്നെ, ഞങ്ങൾ പോലും ഡേറ്റ് ഒക്കെ ഞങ്ങൾ മറന്നുപോയി. ഒരു ദിവസം ഇവരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ JEE കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഞങ്ങള് സ്റ്റണ്ടായിപ്പോയി. ശരിക്കും നീ കൊടുത്തോ എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കളിയുടെ പുറത്ത് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, എടാ റാങ്കും വന്നു. ഞങ്ങൾ ചോദിച്ചു എത്ര റാങ്ക് കിട്ടിയ? റാങ്ക് കേട്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ണു കളിപ്പോയി. അതായത് എൻ്റെ ഓർമ്മയിൽ അവന് 800-700 റേഞ്ചിലാണ് അവൻ്റെ റാങ്ക് വരുന്നത്. അത് 800-700 റേഞ്ചിൽ JEEക്ക് റാങ്ക് വരും റിപ്പീറ്റ് ചെയ്തിട്ട്. അതായത് വേറൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ ഒരു റാങ്ക് മേടിച്ചു. അതും എത്ര പ്രിപ്പറേഷൻ, 2-3 മാസത്തെ പ്രിപ്പറേഷൻ. സ്റ്റണ്ടായിപ്പോയി. ഞങ്ങൾ ചോദിച്ചു, എടാ എങ്ങനെ പറ്റി നിനക്ക്? അതായത് നീ പഠിക്കണമെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞ കുത്തിയിരുത്തി ചോദിച്ചു, അതായത് നീ ശരിക്കും സീക്രട്ട് ആയിട്ട് പഠിക്കുന്നില്ല? ഇല്ല, അവൻ പറയണ സത്യം തന്നെയായിരുന്നു, ഞങ്ങളുടെ ഒപ്പം ആയിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താണ് അപ്പൊ വ്യത്യാസം, അതായത് എന്തുകൊണ്ടാണ് നിനക്ക് എന്ത് വ്യത്യാസമാണ് തോന്നിയത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോഴും ഈ പ്രാവശ്യം എഴുതിയപ്പോൾ? ഒരു കാര്യം അവൻ പറഞ്ഞത്, എടാ പ്രിപ്പറേഷൻ നടത്തിയിരുന്ന സമയത്ത്
നമ്മളെല്ലാവരും ഭയങ്കര തെറവായിട്ടാണ് എല്ലാ ടോപ്പിക്സും ഭയങ്കര തെറവായിട്ട് ചെയ്തതുകൊണ്ട് ടോപ്പിക്സ് പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഓബ്വിയസ്ലി അതൊരു റീസൺ ആയിരുന്നു. ടോപ്പിക്സ് ഒട്ടും അങ്ങനെ മറന്നു പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ബിക്സി പഠിച്ച ഫസ്റ്റ് ഇയറിൽ പഠിച്ച ചില ടോപ്പിക്സും പ്രിപ്പറേഷൻ്റെ ടോപ്പിക്സുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഫിസിക്സ് ഒക്കെ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് അവൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അവിടെയാണ് ഈ കഥയുടെ മെസ്സേജ് ഞാൻ പറയുന്നത്. അവൻ പറഞ്ഞു, എടാ പേടി ഇപ്രാവശ്യം അശേഷം ഉണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ പേടി എനിക്കുണ്ടായിരുന്നു. ആ പേടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ എക്സാം മോശമായി പോവാൻ കാരണം. ഈ പേടി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അവൻ ആ എക്സാം ഹാളിലേക്ക് കയറിയതും. അതുകൊണ്ടാണ് അവൻ്റെ റാങ്ക് അത്രയും കമ്മിയായിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഓൾറെഡി ഇന്ത്യയിലെ നമ്പർ 1 കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്ത് പേടി ഉണ്ടാവാൻ? അവൻ എന്ത് നഷ്ടപ്പെടാൻ ഉള്ളതാണ്? ഒന്നുമില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ അവൻ പോയി എഴുതിയപ്പോൾ 2 മാസത്തെ പ്രിപ്പറേഷൻ, അതായത് ഒരു ക്രാഷ് കോഴ്സിന് പോലും സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സമയമില്ല, ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിൽ അവന് കിട്ടിയ റാങ്കാണ് ഓൾമോസ്റ്റ് 700 നിന്ന് സല്യൂട്ട് അടിച്ചു പോയി. അവൻ പറഞ്ഞ കാര്യം തന്നെയാണ്, മക്കളെ പേടി, അതായത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ റിസൾട്ട് വരാൻ പോകുന്നത് നമ്മളെ പ്രതീക്ഷയുടെ നേരെ വിപരീതമായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വരാൻ വളരെ പാടായിരിക്കും പേടി കൊണ്ടൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെസ്സേജാണ്. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നാട്ടുകാരെ ബോധിപ്പിക്കാനോ വീട്ടുകാരെ ബോധിപ്പിക്കാനോ അല്ല, നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു പേടി വെച്ചിട്ട് ഒബ്വിയസ്ലി ഭയങ്കര ചെറിയ, നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ് കുറച്ച് പേടി ഉണ്ടാവുക എന്നുള്ളത്, ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷെ അതിനെ മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മൈൻഡിനെ അത്രയും പേടിയോടെ നമ്മൾ ഈ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുമ്പോൾ പ്രോബബ്ലി നമുക്ക് നമ്മുടെ കഴിവിനോടൊത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ല, വളരെ പാടായിരിക്കും. ഇഷ്ടംപോലെ പടങ്ങളുണ്ട് അല്ലേ. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പടം കണ്ടു, ആൻ മരിയ കലിപ്പിലാണ്. കാര്യം എൻ്റെ ഒരു കസിൻ ഒരു ചെറിയ ചെക്കൻ്റെ ഒപ്പമാണ് കണ്ടതെങ്കിൽ ആ പടത്തിൽ കാണിക്കുന്നത് വളരെ കറക്റ്റാണ്. അതിൽ കാണിക്കുന്ന ഒരു കൊച്ചു ലോങ് ജമ്പിൽ വളരെയധികം ടാലന്റ് ഉള്ള ഒരു കൊച്ചു പേടി കൊണ്ട് മാത്രം ലോങ് ജമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പേടി നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞാൽ, ചിലപ്പോൾ കളയാൻ പൂർണ്ണമായിട്ട് പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒന്ന് കർട്ടെയിൽ ചെയ്താൽ, ഒന്ന് കുറച്ചാൽ നമ്മുടെ പെർഫോമൻസിന് അത്രയും അധികം ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. നമ്മുടെ പെർഫോമൻസ് വളരെ അധികം ബെറ്റർ ആവും. പേടി എങ്ങനെയാ കളയുക സാറേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ സാറേ? അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ലോകത്തോടല്ല ഉത്തരം പറയുന്നത്. നിങ്ങൾ ഈ എക്സാമിനേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. യു ആർ ആൻസറബിൾ ടു യുവർ സെൽഫ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ പേടി എന്തുകൊണ്ടാണ്? അയ്യോ അച്ഛൻ എന്ത് വിചാരിക്കും, അമ്മ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും? ഇവരെല്ലാവരും നിങ്ങളുടെ മാർക്സോ നിങ്ങളുടെ റാങ്കോ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ മറക്കും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ആ ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ ആ ചിലപ്പോൾ 1 മാസത്തെ, അമ്മയും അച്ഛനാണെങ്കിൽ ചിലപ്പോൾ 1 മാസത്തെ, അതെന്താ എല്ലാ ദിവസവും കാണുന്നതല്ല, ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫായി അവന്റെ ലൈഫായി. ആരും വന്ന് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇങ്ങനൊരു പ്രിപ്പറേഷൻ, ഇങ്ങനൊരു എക്സാമിനേഷനിൽ, അത് ഇങ്ങനൊരു എക്സാമിനേഷൻ മാത്രമല്ല, ജീവിതത്തിൽ മൊത്തം ഇനി കുറേ അധികം ഓബ്സ്റ്റക്കിൾസും കുറേ അധികം എക്സാമിനേഷൻസും ചാലഞ്ചസും നിങ്ങൾ നേരിടാൻ പോകും. ഇതൊക്കെ വളരെ ചെറുതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഫസ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ദിസ് ജസ്റ്റ് യുവർ ഫസ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി. ഇനി കിടക്കാനിരിക്കുന്ന ഒരു കടല് പോലെ കുറേ ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്.
പേടിയോടെ നേരിടരുത്. നമുക്കൊക്കെ ഒറ്റ ലൈഫ് അല്ല, നമുക്കൊക്കെ ഒറ്റ ലൈഫ് ഉള്ളൂ. ഓക്കെ, അത് എൻജോയ് ചെയ്യാം. ഈ പ്രിപ്പറേഷൻ ജേർണിയും എൻജോയ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ പഠിക്കുന്നുണ്ട് നിങ്ങൾ? സയൻസ് മാത്രമല്ല പഠിക്കുന്നത്, ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പെർസിവിയറൻസ്, ഡിസിപ്ലിൻ, ഹാർഡ് വർക്കിന്റെ ഫലം എല്ലാം നിങ്ങൾ മനസ്സിലാക്കും. ഇറ്റ്സ് എ ജേർണി, എൻജോയ് ദ ജേർണി. ഓക്കെ, ഒരു യാത്ര പോലെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കണം. ഒരു യാത്രയിൽ കാണുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി അത് പഠിച്ച് മുന്നോട്ട് നീങ്ങും, അല്ലെ? അത് തന്നെയാണ് ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ ചെയ്യുന്നത്. പേടിയോടെ പ്രിപ്പറേഷനിൽ ഇറങ്ങാതിരിക്കുക. ഇനി പേടി ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. കാര്യം യു ആർ ആൻസറബിൾ ടു യുവർസെൽഫ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ വേറെ ആർക്കും ഉത്തരം കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഇറ്റ്.